ഒത്തുചേരലാണ് സെൻറ് തോമസ് കോളേജ് ഗ്രൗണ്ട്സിലുള്ള തിരുവചന വ്യാഖ്യാന സമ്മേളനം, ബൈബിൾ കൺവെൻഷൻ ഇടമുറിയാതെ നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ദൈവാനുഗ്രഹത്തിൻ്റെയും മനസ്സിന് സമാധാനം കിട്ടുന്നതിൻ്റെയും എല്ലാം അടിത്തറയായിട്ടുള്ള കാര്യവും ഇതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ബൈബിളാണ്. എല്ലാ സംസ്കാരങ്ങളുടെയും പിന്നിൽ തിരുവചന ബന്ധമായ ഒരുപാട് നിലപാടുകളുണ്ട്. ആ സത്യത്തിന്മേലാണ് സംസ്കാരങ്ങളും സഭകളും വിശുദ്ധ പാരമ്പര്യങ്ങളുമെല്ലാം പണിയപ്പെടുന്നതും. അങ്ങനെ നമുക്ക് വളരെ സന്തോഷകരമായ പശ്ചാത്തലത്തിലാണ് രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ബൈബിള് പഠിക്കുന്നത് സഭയായിട്ട് ഒന്നിച്ചിരുന്നാണ്. ഇറ്റ് ഈസ് ദ ന്യൂ ടെസ്റ്റമെന്റ് that came out of the church, not the church out of the New Testament. ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിക്കാനായി ഒന്നിച്ചിരുന്നപ്പോൾ അവർക്ക് പഴയ നിയമം സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ നമുക്ക് വേദപുസ്തകം വായിക്കണമല്ലോ എന്ന് അവർ പരസ്പരം പറഞ്ഞ്, അപ്പോഴാണ് ഈശോ പറഞ്ഞ വാക്കുകളൊക്കെ അവർ ഓർത്തെടുത്തതും അത് കോർത്തിണക്കി സുവിശേഷങ്ങളായിട്ട് നമുക്ക് നൽകിയതും. സഭയായിട്ട് അവർ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് തുറന്ന യാഥാർത്ഥ്യമാണ് ന്യൂ ടെസ്റ്റമെന്റ്. ലിറ്റർജിക്കൽ ബൈബിൾ എന്നതിനെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നതും അക്കാരണം കൊണ്ടാണ്. നമ്മൾ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ സഭയായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. വലിയൊരു പ്രാദേശിക സഭയുടെ ഒത്തുചേരലിൻ്റെ നടുവിലാണ് നമ്മളതിൻ്റെ ചിന്തകൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം. ആദിമസഭയുടെ പണ്ഡിതനായ ഒറിജിൻ പറഞ്ഞിട്ടുണ്ട്, മലമുകളിലേക്ക് കയറുന്നവർക്കാണ് ഈശോ രൂപാന്തരപ്പെട്ടത്. താഴ്വരയിൽ നിന്നവർക്ക് ഈശോ രൂപാന്തരപ്പെട്ടതായിട്ട് അവർക്ക് ഹൃദയത്തിൽ അനുഭവപ്പെട്ടില്ല. ബൈബിൾ കൺവെൻഷൻ മലകയറ്റമാണ്. നിരന്തരമായ പ്രാർത്ഥനയുടെയും ഒരാഴ്ചക്കാലത്ത് ബൈബിൾ വായനയുടെയും വ്യാഖ്യാനത്തിൻ്റെയും ഫലമായിട്ടുള്ള ഒരു മലകയറ്റമാണ്. ആ മല കയറുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോയുമായിട്ട് നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു എന്ന്. ഹഗായി പ്രവാചകൻ 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മലമുകളിലേക്ക് കയറി തടി വെട്ടിക്കൊണ്ടുവന്ന് വീട് പണിയുക. മലമുകളിൽ പോയി തടി വെട്ടിക്കൊണ്ടുവന്ന് വീട് പണിതാൽ ഞാനതിൽ വസിക്കാം, ഞാനതിൽ സംപ്രീതനാവുകയും ചെയ്യും. നമ്മളുടെ ഹൃദയമാകുന്ന ഭവനങ്ങളിലും ദൈവം വസിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ദൈവവചനം വായിക്കുക, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശ്രവിക്കുക എന്നത്. ആ വ്യാഖ്യാനങ്ങൾ നമ്മൾ നല്ലതുപോലെ ഉള്ളിലെടുക്കുമ്പോഴാണ് നമുക്കും മല കയറുന്ന അനുഭവം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മാവൂസിലൂടെ കടന്നുപോയ ശിഷ്യന്മാരുടെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമുക്കും കിട്ടുന്നത്. അതുകൊണ്ട് വലിയ ശ്രദ്ധയോടുകൂടി ഒരുക്കത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മൾ അത്യന്തം എല്ലാവരും അതിൽ പങ്കെടുക്കുകയും കർത്താവിൻ്റെ തിരുവചനം കേൾക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. വചനം പ്രഘോഷിക്കുവാൻ ആരെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നടപടി പുസ്തകം 5-ാം അധ്യായത്തിൽ ഗമാലിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഗമാലിയേൽ വലിയൊരു യഹൂദനായിരുന്നു. ശ്ലീഹന്മാർ തിരുവചനം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ബഹളമുണ്ടായി. അവരെ വധിക്കാൻ അവർ പരിശ്രമിച്ചു. അപ്പോൾ ഗമാലിയേൽ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ തിടുക്കം വയ്ക്കരുത്, വെയിറ്റ് ആൻഡ് സീ. അവർ പറയുന്നത് ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അവർ പറയുന്നത് കേവലം മനുഷ്യരുടെ കാര്യമാണെങ്കിൽ അത് വന്നപടിയെ പോയിക്കൊള്ളും. ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ അവരെ കൊല്ലാൻ ശ്രമിച്ചാൽ നിങ്ങൾ ദൈവത്തെ കൊല്ലുന്നവരെ പോലെ ആകുമെന്ന് ജനങ്ങളുടെ ഇടയിൽ സംസാരമുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന്
പണ്ഡിതനും വിശുദ്ധനുമായ ഗമാലിയേൽ പറഞ്ഞ തത്വം എല്ലാ സുവിശേഷ പ്രഘോഷകരും ഓർത്തിരിക്കേണ്ടതാണ്. ഗമാലിയേൽ പ്രിൻസിപ്പൽ എന്ന് ദൈവശാസ്ത്രത്തിൽ അറിയപ്പെടുന്നതും അതാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ തടയരുത്. അതിനെ തടഞ്ഞാൽ നമ്മൾ ദൈവവിരോധികളാണെന്നുള്ള ആ ഒരു ദുഷ്പേര് നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ദൈവജനം പഠിക്കുമ്പോൾ പൗലോസ് ചെയ്തതുപോലെ പൗലോസായപ്പോൾ അദ്ദേഹം മാസങ്ങൾ മാറി നിന്ന് അറേബ്യയിൽ പോയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ഇൻറ്റേർണലൈസേഷൻ നടത്തുന്നുണ്ട്. അതായത് ഈ ഉദ്ധിതനായ ഈശോയാണ് പഴയ നിയമത്തിൻ്റെ കൾമിനേഷൻ എന്ന് അദ്ദേഹം ഉള്ളിൽ തിരിച്ചറിഞ്ഞത് ആ പ്രാർത്ഥനാ ദിവസങ്ങളിലാണ്. അദ്ദേഹം നല്ല കടുത്ത യഹൂദനായിരുന്നു. ആ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ കൾമിനേഷൻ ഈശോയാണെന്ന് ഇൻറ്റേർണലൈസ് ചെയ്ത് പഠിച്ചെടുത്തപ്പോഴാണ് അദ്ദേഹം ഏറ്റവും വലിയ മിഷണറിയായി വചന പ്രഘോഷകനായിട്ട് മാറുന്നത്. നമ്മുടെയും ഉത്തരവാദിത്വം അതാണ്. അത്തരത്തിൽ നമ്മൾ ഉള്ളിൽ തിരുവചനം എടുക്കുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് ഈ ബൈബിൾ കൺവെൻഷൻ നമുക്ക് നൽകുന്നത്. പരിശുദ്ധ കുർബാനയുടെ നിറവിലും നടുവിലുമാണ് വചനം ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആദ്യമേ സൂചിപ്പിച്ച സഭയായിട്ട് നമ്മൾ ഇരുന്നുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ ആ ഒരു ഏറ്റവും ഗാഠമായ ബന്ധത്തിലാണ് തിരുവചനം നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ചും പഠിക്കാനും നമ്മുടെ പാരമ്പര്യങ്ങളിൽ നമ്മൾ ആഴപ്പെടാനും നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുമുള്ള അവസരമായിട്ടിവിടെ നമ്മൾ ഈ ബൈബിൾ കൺവെൻഷന് എടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ടതായിട്ട് അനുഭവപ്പെടുന്നത്. ദൈവമായിരുന്നു ഏറ്റവും വലിയ മിഷണറി, ഈശോയായിരുന്നു ഏറ്റവും വലിയ മിഷണറി. നമ്മുടെ സ്ലീഹായായ തോമാസ് സ്ലീഹായാണ് ഏറ്റവും വലിയ മിഷണറി. നമ്മുടെ അപ്പൻ തോമാസ് സ്ലീഹ മിഷണറി ആയിരുന്നതുകൊണ്ട് മക്കളാൽ നമുക്കും മിഷണറിമാരാകാനുള്ള ആ ഒരു ഉത്തരവാദിത്വം കൊണ്ടു നടക്കുന്നവരാണ്. അപ്പനെപ്പോലെ നമ്മൾ ആകണം. മിഷണറിമാരാകാനുള്ള ആ ഒരു ചൈതന്യം കൂടിയാണ് ഈ ബൈബിൾ കൺവെൻഷനിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അപ്പൻ എന്താണോ നമുക്ക് കാണിച്ചു തന്നത്, വിദൂരതയിൽ നിന്ന് ജെറൂസലത്തു നിന്ന് ഇവിടെ വന്ന് ഈശോയുടെ സുവിശേഷം നമ്മെ പഠിപ്പിച്ചു. റോമ സാമ്രാജ്യത്തിന് പുറത്തുള്ള ഒട്ടനവധി രാജ്യങ്ങളിലും റോമയോട് ബന്ധപ്പെട്ട ശ്ലൈഹിക പാരമ്പര്യമാണുള്ളത്. നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ആരാധനക്രമ ഭാഷ സുറിയാനി, റൊമായ സുറിയാനി, ക്രിസ്ത്യൻ അറമൈക്ക് നമ്മൾ കൂടുതൽ പഠിക്കണം. നമ്മൾ പഠിക്കാതിരുന്ന് മാത്രമേ അതിനെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് താല്പര്യമില്ലെങ്കിൽ, അത് പഠിക്കേണ്ടവരായ നമ്മൾ അത് പഠിക്കുന്നില്ലെങ്കിൽ അത് നശിക്കും. നമ്മളുടെ ആ ഒരു ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള സമീപനത്തിൻ്റെ കുറവ് വരുമ്പോൾ, അതിനെ നമ്മൾ അവഗണിക്കുമ്പോൾ അത് നഷ്ടപ്പെടുകയാണ്. മറ്റാർക്കും അതിനെ നശിപ്പിക്കാൻ ഒക്കെയില്ല, നമുക്ക് മാത്രമേ അതിനെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഗൗരവത്തോടുകൂടി ദൈവാരാധനയെയും ദൈവാരാധനയുടെ മൂല ഭാഷയെയും മറ്റ് വിശുദ്ധ പാരമ്പര്യങ്ങളെയും എല്ലാം ആഴത്തിൽ പഠിക്കുകയും അങ്ങനെ ആ ഒരു പ്രബോധനം വഴി സാർവത്രിക സഭയ്ക്ക് നമ്മുടെ സാന്നിധ്യം വഴി ഒരു കോൺട്രിബ്യൂഷൻ, സംഭാവന കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം. ഇതിനെല്ലാം ഈ ബൈബിൾ കൺവെൻഷൻ 5 ദിവസത്തെ ഉപകാരപ്പെടുമെന്നുള്ള ആ പ്രത്യാശയിലാണ് നമ്മൾ പന്തലിൻ്റെ ഈ കാല് ആശീർവദിച്ച് ഇവിടെ സ്ഥാപിക്കുന്നത്. അതിൻ്റെ നിറവിൽ നമുക്ക് യൂത്ത് കൺവെൻഷനുണ്ട്. വലിയ സമ്മേളനമാണ്. ആലഞ്ചേരി പിതാവ് വന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ബൈബിൾ കൺവെൻഷനിൽ നമ്മൾ സാധാരണ ഗതിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെയും പ്ലാറ്റിനം ജൂബിലിയിൽ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട കാര്യങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന മോൺസിഞ്ഞോർ പെത്താനത്തച്ഛനെയും നമ്മുടെ ഷാജി വെള്ളമരുന്നലച്ഛനെയും അവിടെ ഒരു വലിയ ടീമുണ്ട്. കൊച്ചച്ഛനായരുടെ ആളുണ്ട്. അതുപോലെ ബന്ധപ്പെട്ട അച്ഛനോട് പറഞ്ഞല്ലോ, ഇവാഞ്ചലൈസേഷൻ്റെയും കരിസ്മാറ്റിക് ക്ലാസ്സുകളുടെയും ഗ്രൂപ്പുകളുടെയും എല്ലാം നേതാക്കന്മാരിവിടെ ഉണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്
നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റേഴ്സും എല്ലാം ഇവിടെയുണ്ട്. നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് അച്ഛനുണ്ട്, നിലപ്പറമ്പിൽ അച്ഛനുണ്ട്, കണിയോടിക്കൽ അച്ഛനുണ്ട്, മറ്റെല്ലാ വൈദികരും ഷാരോമിൽ പരിവാഹനപ്പെട്ട നാറക്കുന്ന അച്ഛനുണ്ട്. അവിടെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാർ, കത്തീഡ്രൽ വികാരി തുടങ്ങിയ ആളുകളെല്ലാം അച്ഛന്മാരെല്ലാം ഇവിടെ സന്നിഹിതരാണ്. അത് കാണിക്കുന്നത് നമ്മളുടെ അന്തരീക്ഷമാണ്, നമ്മളൊറ്റ സമൂഹമാണ്, ഒറ്റ വീടാണ് എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ. അൽമാരുടെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ജോണിച്ചായൻ കുട്ടിയാപ്പള്ളി ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു സാന്നിധ്യവും സഹകരണവും വഴിയാണ് ഇത് മുമ്പോട്ട് പോകേണ്ടത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജലാളച്ചനെയും മറ്റു ജലാളച്ചന്മാരെയും വെള്ളമരുതങ്കിലച്ചനെയും കൊച്ചച്ഛനെയും എല്ലാം ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.